സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചില്ലി ഗോപിയാണ്. നോക്കൂ, ചില്ലി ഗോപി രാവിലെ പൊളിച്ച് വിട്ടു. ഗോപി എന്ന് പറഞ്ഞാൽ അറിയാലോ, കോളിഫ്ലവർ കേട്ടോ. പിന്നെ ഇപ്പോൾ നോക്കുമ്പോൾ അതിനങ്ങനെ അടർത്തിയിട്ടിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പിന്നെ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനീഗറാണ് ഒഴിക്കുന്നത്. വിനീഗർ ഒഴിച്ചിട്ട് അതൊരു 10 മിനിറ്റ് കിടക്കണം. 10 മിനിറ്റ് കിടന്നാലേ അതിൽ പുഴുക്കളൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഗ്യാപ്പിലൊക്കെ വല്ല പുഴു പ്രാണികളൊക്കെ ഉണ്ടാവും. അത് കാരണം കൊണ്ട് അവറ്റയൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. നോക്കുന്നുണ്ടോ, ഇപ്പോൾ എല്ലാം ഞാൻ പൊട്ടിച്ചു ഇട്ടു. ഇനി വിനീഗർ ഒഴിക്കട്ടെ കേട്ടോ. കുറച്ച് വിനീഗർ, 1 ടീസ്പൂൺ വിനീഗർ. ഇത്തിരി ഉപ്പ് ഇടണവർ ഉപ്പിട്ടോളൂ. ഇത് വിനീഗർ ഒഴിച്ചാലും മതി കേട്ടോ. ഇതാ നിങ്ങൾക്ക് ആവശ്യം, എനിക്ക് മനസ്സമാനമല്ലേ, ഇതിലൊരു ലേശം മഞ്ഞപ്പൊടിക്കാൻ പറ്റും. എന്താ വെച്ചാൽ വല്ല കൃമികളോ വല്ല വേംസോ അങ്ങനെ പിന്നെ പുഴുക്കളോ അങ്ങനെ ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ പുകട്ടെ വെച്ചിട്ട് ഇട്ടു കേട്ടോ. അതങ്ങനെ കിടക്കട്ടെ. ഇനി നമുക്ക് ഈ കൂട്ടി തയ്യാറാക്കാം. കോൺഫ്ലവർ 1 സ്പൂൺ എടുക്കുക. കോൺഫ്ലവർ 2 ടീസ്പൂൺ എടുക്കും. മൈദി 2 ടീസ്പൂൺ എടുക്കും. 2 ടീസ്പൂൺ എടുത്തു. കോൺഫ്ലവറും മൈദി 2 ടീസ്പൂൺ. കുറച്ച് ഉപ്പിട്ടാൽ മതി. എന്താ വെച്ചാൽ സോയാ സോസൊക്കെ ഒഴിക്കണതല്ലേ, അത് കാരണം കുറച്ച് ഉപ്പിട്ടു കേട്ടോ. ഇതിനി ഫ്രൈ ചെയ്യാൻ പോകാൻ നമ്മളത് വേണം. കുറച്ച് ഒരു തരി ഉപ്പിട്ടാൽ മതി. അതിട്ട് ഉപ്പ് കൂടുതലാവരുത്. സോയാ സോസിൽ ഉപ്പുണ്ട്, പിന്നെ അതുപോലെ എല്ലാ സോസുകളിലും ഉപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ചില്ലി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു. ഇനി പിന്നെ നമ്മൾ ചെയ്യുന്നത് ഒരു തുള്ളി സോയാ സോസ്. ഒരു തുള്ളി സോയാ സോസ് ഒഴിച്ചു. അല്ല, തുള്ളി സോയാ സോസ് എടുത്തു. മുട്ടയുടെ വെള്ള നിർബന്ധമില്ല. വെജിറ്റേറിയൻസ് ആണെങ്കിൽ മുട്ടയുടെ വെള്ളം ചേർക്കണമെന്നില്ല. മുട്ട കഴിക്കുന്നവരാണെങ്കിൽ മുട്ടയുടെ വെള്ളം ചേർത്തോളൂ, അത് നല്ലതാണ് കേട്ടോ. ഇനി ഇതൊക്കെ കൊടുക്കും നമുക്ക് ഒരു പേസ്റ്റ് ആക്കണം കേട്ടോ. ഇതെല്ലാം കൂടി കുഴച്ച് പേസ്റ്റ്. ഒരു കുരുമുളക് പൊടി ഇടാം. ഒരു പിഞ്ച് കുരുമുളക് പൊടി ഇതിട്ട് എന്നിട്ട് ഒരു തുള്ളി വെള്ളം, അധികം വെള്ളമൊന്നും ചേർക്കണ്ട, ഒരു തുള്ളി വെള്ളം. ഈ മാവ് കുഴച്ച് ശരിയായി. ഒരു സോയാ സോസ് ഒഴിച്ചു, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു, ഉപ്പിട്ടു. അത് നല്ല പോലെ സോഫ്റ്റായിട്ട് കുഴക്കണം. മുട്ടയുടെ വെള്ളം ചേർത്തു കേട്ടോ. മുട്ടയുടെ വെള്ളം ചേർക്കണം നിർബന്ധമില്ല. ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, അല്ലാത്തവർക്ക് ചേർത്തില്ലെങ്കിൽ ഒരു വിരോധമില്ല. വെജ് ആൾക്കാരാണ് മുട്ട കഴിക്കില്ല വെച്ചെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് മുട്ടയുടെ നിർബന്ധമില്ല, കമ്പൽസറി അല്ല. കുരുമുളക് പൊടി ഇട്ടു, ബ്ലാക്ക് പെപ്പർ പൗഡർ ഇട്ടു. ഇനി ഇതിപ്പോൾ 10 മിനിറ്റായി. 10 മിനിറ്റായപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ഇതിനെ ഓരോന്ന് ഇടാം. വെള്ളം ഊറ്റി ഇട്ടു കേട്ടോ. കുഴട്ടെ. ഇത് നല്ലോണം പെരട്ടുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഇത്തിരി കോൺഫ്ലവറും കൂടെ മേലെ വീശി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നല്ല ശരിയായിട്ട് കിട്ടും. അതായത് കുറച്ച് കോൺഫ്ലവറും കൂടെ തൂളി കൊടുക്കില്ല. അപ്പോൾ ഇതിൽ അതിൻ്റെ ആ വെള്ളം കൂടി നിൽക്കുന്നത് മാറാം കണ്ട. അപ്പോൾ അത് നല്ലോണം കോട്ടഡായിട്ട് കിട്ടും കണ്ട. ഇപ്പോൾ കോട്ടഡായില്ലേ, നോക്കൂ. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. സൺഫ്ലവർ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുള്ള ഇതിപ്പോൾ ചെയ്യുന്നത് എന്താ വെച്ചെങ്കിൽ ഇത് പെരട്ടി ഇത് വെച്ചിരിക്കണം. 1 മിനിറ്റ് പോലും വെക്കണ്ട. ഇതിൽ ഒരു ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് സ്ക്വയർ ക്യൂബ്സ് ആയിട്ട് അരിയണം. ഉള്ളി ഒരു സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിരിക്കണം കേട്ടോ. അത് കഴിഞ്ഞാൽ ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. പിന്നെ ഇത് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതാണ് ചില്ലി സോസ്, ഇതാണ് ടൊമാറ്റോ സോസ്, ഇതാണ് സോയാ സോസ്. ഇത് 3 സോസും നമുക്ക് ആവശ്യമുണ്ട്. ഇത് കോൺഫ്ലവറാണ്. കോൺഫ്ലവർ നമുക്ക് കലക്കി ഒഴിക്കണം, അത് ശരിയാണ്. ഫ്രൈ ചെയ്യണം കോളിഫ്ലവർ ഒഴിക്കണം കേട്ടോ. വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് വെച്ച് കഴിക്കണം കേട്ടോ. ഒന്ന് നോക്കണം. ഇഞ്ചി പച്ചമുളകും ഒരു ക്യാപ്സിക്കം, അതായത് ക്യാപ്സിക്കം മഞ്ഞയാവാം, റെഡ് ആവാം, യെല്ലോ കളറിലാവാം, റെഡ് കളറാവാം, ഗ്രീൻ കളറാവാം, ഏത് 3 ഇടാം. അതിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഒരൊറ്റ ക്യാപ്സിക്കം.
അരിഞ്ഞ് വെച്ചിട്ട് ഇതിപ്പോൾ ഏതാണ്ട് നന്നായി വന്നു ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലിടണം. ഇതധികം മൂക്കൊന്നും വേണ്ട. എന്താ കാരണം ചെയ്യാൻ എളുപ്പം. ചൈനീസിൽ പെട്ടെന്ന് തീയ് നല്ലോണം കത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ എളുപ്പം പ്രിപ്പയർ ചെയ്യണ്ട. ഇത് ക്യാപ്സിക്കത്ത് ക്യാപ്സിക്കത്തിൻ്റെ പച്ചനിറം പോകാൻ പാടില്ല. അതുപോലെ ഉള്ളിയിട്ട് സവോള ഇറങ്ങി ഉപയോഗിക്കണം. അധികം മൂക്കണ്ട, കുറച്ച് മൂട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ടൊമാറ്റോ ചില്ലി സോസിട്ട് ഈ ടൊമാറ്റോ സോസ് ഉപയോഗിക്കുന്നുണ്ട്. കുറച്ച് സോയ സോസ്, 1 ടീസ്പൂൺ സോയ സോസ്, ഒറ്റ സ്പൂണ് വെച്ചിട്ടുള്ള കേട്ടോ. 1 സ്പൂൺ ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, അത് കുറച്ചുണ്ട്. കുറച്ച് കുരുമുളക് കൂടുതലിടണം കേട്ടോ. കുരുമുളകിലേക്കും പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് കോൺഫ്ലവർ ചേർക്കണം. ഞാൻ ആ പ്ലേറ്റിലുണ്ടായിരുന്നില്ലേ, അതിൽ ഞാൻ കോൺഫ്ലവർ കലക്കി വെച്ചിട്ടാ. ആ പ്ലേറ്റ് ക്ലീൻ സെമി ഗ്രേവി ആയിട്ടുള്ളതാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. കോൺഫ്ലവർ ഇതിലും വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം. ഉപ്പ് കുറവാണ്, ഉപ്പിടണം. തീ കുറച്ചു വറുത്ത് വെച്ചത് സാധനം കഴിഞ്ഞപ്പോൾ തയ്യാറായില്ല. മസാലകളൊന്നും അധികം ഇടാനില്ല. മുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ വേണമെങ്കിൽ ഇടാം. ഞാൻ ഇട്ടില്ല, പെപ്പർ പൗഡർ മാത്രമേ ഇട്ടുള്ളൂ. മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല. കോളിഫ്ലവർ വറുത്ത് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന് ഇതിലിട്ടും വളരെ തിക്കായി തോന്നും. കുറച്ചുകൂടി ഗ്രേവി വേണമെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കോൺഫ്ലവർ കലക്കി ഒഴിക്കാം. അപ്പോൾ നല്ല ഗ്രേവി കിട്ടും. കാശ്മീരി ചില്ലി പൗഡർ ഒരു ലേശം ഇട്ടു, എന്താ വെച്ചാൽ ഒരു നിറം വരണ്ടേ, അതിന് വേണ്ടിയിട്ട് കേട്ടോ. സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ ഇടാം കേട്ടോ. സ്പ്രിംഗ് ഓണിയൻ തീ കെടുത്തുകയാണ്. ഞാൻ തീ കെടുത്തി ഇതിലേക്ക് വാങ്ങി. ചില്ലി ഗോബി തയ്യാറായി എത്ര ഈസിയാണെന്നറിയും. ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ചില്ലി ഗോബി തയ്യാറാക്കാം. ആദ്യം തന്നെ അത് വിനീഗറിലിട്ട് അതിന് ശേഷം അതിനെ മൈദയും കോൺഫ്ലവറിലും വറുത്ത് ഒരു മുട്ടയുടെ വെള്ള വേണമെങ്കിൽ ചിലപ്പോൾ അതിന് നിർബന്ധമല്ലേ, അത് വറുത്ത് ഫ്രൈ ചെയ്ത് നീക്കി വെച്ചിട്ട് അതിൽ വെജിറ്റബിൾസ് ഒന്ന് ഫ്രൈ ചെയ്യുന്നുള്ളൂ. അധികം ഫ്രൈ ചെയ്യണ്ട. ചൈനീസിലൊന്നും അധികം വേവിക്കില്ല. അതേപോലെ പച്ചക്കറി നല്ല ഫ്രഷായിട്ട് വെജിറ്റബിൾസ് ഇരിക്കുന്നത് അങ്ങനെയാണ്. അത് കഴിഞ്ഞാൽ അവസാനം ഇതൊക്കെ ഇട്ടു, എല്ലാ സോസും ചേർത്തു. വേണമെങ്കിൽ ചില്ലി മുളക് മസാല നമ്മുടെ വേണമെങ്കിൽ ചേർക്കാൻ. ഞാൻ ഒന്നും ചേർത്തിട്ടില്ല, കുരുമുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. അത് മാത്രമല്ല പിന്നെ ഇതേ സ്പ്രിംഗ് ഓണിയൻ അതിൻ്റെ മുകളിലിട്ടു. അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് വളരെ തയ്യാറായി. നല്ല സ്വാദുണ്ട്. കഴിച്ചു നോക്കിയപ്പോൾ ഇത് ചപ്പാത്തിക്കും ഞാനും അതുപോലെ ഫ്രൈഡ് റൈസിനും ഒക്കെ പറ്റിയ ഒന്നാണ്. നിങ്ങളെല്ലാവരും നോക്കണം, വീട്ടിൽ ചെയ്തു നോക്കൂ. വളരെ ഈസിയാണ്. ഹോട്ടലിൽ മാത്രമല്ല, അത് നമുക്കും ഉണ്ടാക്കാവുന്നതാണ്. എത്ര ഈസി ആയിട്ട് നോക്കൂ. ഇത്ര പോകുന്ന ഒരു പ്ലേറ്റ് കറി വാങ്ങിക്കണമെങ്കിൽ എത്ര രൂപ നമ്മൾ ചിലവാക്കണം ഹോട്ടലിലാണെങ്കിൽ, അത് ആലോചിച്ചു. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ നിങ്ങളുടെ സ്വന്തം സുലഭ.